കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ സ്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പകുതി പൈസയ്ക്ക് വീട്, അതുപോലെ തന്നെ പകുതി പൈസ നൽകിയാൽ മതി, ബാക്കി പകുതി പൈസ 50 തവണ ഗഡുക്കളായിട്ട് നൽകിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്കാമിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്നത്. ഒരു 4 വർഷം മുന്നേ ഞാൻ കോഴിക്കോടുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് പ്രൊജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഈ ഒരു കമ്പനി തന്നെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുകയും ആ സമയത്താണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത്. അന്ന് ആ ഒരു കമ്പനി ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അത് പുതിയ പേരിൽ ഇപ്പോൾ പുതിയൊരു കമ്പനിയായിട്ട് വന്നിട്ടുണ്ട്. വെറും 6 മാസം മാത്രമാണ് ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അറിയാൻ പറ്റിയത്, നമ്മൾ അന്ന് ആ ടൈമിനുണ്ടായിരുന്നത് ഫസ്റ്റ് സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറച്ച്, അതായത് ഒരു 1500 അല്ലെങ്കിൽ ഒരു 1400 സ്ക്വയർ ഫീറ്റിന് കട്ടില, തേക്കും കാര്യങ്ങളും ഒക്കെ നൽകി ഫുള്ളി ഒരു ലക്ഷറി ഫീലുള്ളൊരു വീട് 1400 സ്ക്വയർ ഫീറ്റിന് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത് സ്റ്റാർട്ട് ചെയ്തായിരുന്നപ്പോൾ ചെയ്തായിരുന്നത്, അതായത് എഗ്രിമെൻ്റ് വയ്ക്കും, നമ്മൾ ഗഡുക്കളായിട്ടാണ് വയ്ക്കുക. സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് തറ പണിയുടെ ടൈമിന് 10%, പിന്നെ ലിൻഡൽ ഹൈറ്റ് എത്തുമ്പോൾ 20%, നെക്സ്റ്റ് ഒരു 30% മെയിൻ സ്ലാബ് ഹൈറ്റിനെത്തുമ്പോൾ, അങ്ങനെ ഒരു ഏകദേശം ഒരു സ്ട്രക്ചറൽ വർക്ക് തീരുമ്പോൾ തന്നെ ഒരു 80% ഓൾറെഡി കമ്പനിയുടെ കയ്യിലാവും. പിന്നെ നമ്മൾ എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ചോദിക്കുമ്പോൾ അവിടെ വെച്ച് ക്ലാഷ് ആവും. അങ്ങനെ ഇപ്പോൾ ക്ലയൻറ്റ് കേസിന് പോയാലും നമുക്കത് ഒരുപാട് കാലതാമസം എടുക്കുന്നതുകൊണ്ട് പകുതി വെച്ച് ബ്രേക്ക് ചെയ്ത് ക്ലയൻറ്റ് തന്നെ വേറെ ആൾക്കാരെ വെച്ച് ചെയ്യിച്ച് പൂർത്തിയാക്കാറാണ് പതിവ്. ആ ഒരു ടൈമിനാണ് അങ്ങനത്തെ ഒരു സ്കാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വന്ന സ്കാമാണ് ഇപ്പോൾ ഈ 50 തവണ മാസത്തവണകളായിട്ട് പലിശരഹിതമായിട്ട് നൽകുന്നു. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പകുതി പൈസ ആദ്യം കൊടുത്താൽ മതി, വീട് പണി തീർത്തരും, ബാക്കി പകുതി 50 തവണകളായിട്ട് ചെയ്തു തരും പറയുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂസ് ചാനലിൽ കണ്ടു. അതുപോലെ തന്നെ വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ വരെ ഈ ഒരു തീം അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്പനിനെ. തൃശ്ശൂരുള്ളൊരു ക്ലയൻറ്റ് എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തപ്പോഴാണ് ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കിയത്. അപ്പോഴാണ് ആ ഒരു ക്ലയൻറ്റ് ഈ ഒരു തീം പ്രകാരമാണ് കൺസ്ട്രക്ഷൻ ചെയ്തത്. ആദ്യം ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ടൈമിൽ 50% പൈസ കോൺട്രാക്ടർക്ക് നൽകി, ഗഡുക്കളായി നൽകി. ഏകദേശം വീട് പണി സ്ട്രക്ചറൽ വർക്ക് തീർന്നപ്പോൾ തന്നെ 10 മാസം കൂടുതലായി. അപ്പോൾ ക്ലയൻറ്റ് അത് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ വേറൊരാളെയും കൊണ്ട് ബാക്കി പണി ചെയ്യിച്ചു. ഈ ഒരു സ്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവർ വാങ്ങുന്നത് ബ്ലാങ്ക് ചെക്കും കാര്യങ്ങളുമാണ്. ഈ ബ്ലാങ്ക് ചെക്ക് നമ്മൾ ഈ ഒരു ക്യാൻസൽ ചെയ്ത് നമ്മൾ വീട് പണിയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാവും ഈ ചെക്ക് ഇവർ സബ്മിറ്റ് ചെയ്യുന്നതും പിന്നെ ചെക്ക് കേസായിട്ട് മാറുന്നതും. പിന്നെ ഒരു കേസുള്ളത്, ഈ ഒരു ബാക്കി 50% ഗഡുക്കളായിട്ട് നൽകിയാൽ മതി എന്ന് പറയുന്നത്. ഗഡുക്കളായിട്ട് നൽകുമ്പോൾ 1 വർഷത്തിനകത്ത് നൽകിയ സബ്സിഡി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സബ്സിഡി ഗവൺമെൻറ് കൊടുക്കാനൊരു ചാൻസും ഇല്ല, കാരണം ലോൺ കൊടുക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പോൾ അതന്നെ ഏറ്റവും വലിയൊരു ഉടായ്പാണ് ഈ ഒരു. ഇനി ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഇത് സ്കാം അല്ല എന്ന് പറയുന്നവർക്ക്, ഒരു നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് 1500 സ്ക്വയർ ഫീറ്റ് ഏറ്റവും ബഡ്ജറ്റായിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു 15 ലക്ഷം രൂപയാണ് വരിക ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു 15 ലക്ഷത്തിൽ എങ്ങനെ ഒരു 2 ലക്ഷം രൂപ ഒരു കോൺട്രാക്ടറുടെ ലാഭമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ 13 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരൊരു കണക്കിന് സബ്സിഡി, ഈ സബ്സിഡി ഓൾറെഡി നമുക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും വികലാംഗർക്കും അതുപോലെ തന്നെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം. ഒരിക്കലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് സബ്സിഡി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ സബ്സിഡി ഇതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു 3 ലക്ഷത്തോളം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 12 ലക്ഷത്തിന് എങ്ങനെ ഇത് ഫുൾ ഫിനിഷ് ചെയ്യും? ഇതൊരു ചാരിറ്റി കമ്പനിയൊന്നുമല്ല, ഇവർക്ക് സ്റ്റാഫ് ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ബൾക്ക് ഓർഡറായിട്ട് ഇപ്പം നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും ഇതൊരിക്കലും ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതല്ല. നോർമലി കേരളത്തിൽ എല്ലാവരും സ്കാമിൽ പെടുന്നത് ഇതുപോലെ തന്നെ ഫസ്റ്റ് കേരളത്തിലാണ് എല്ലാവരും ഈ ഒരു സ്കാം തുടങ്ങുന്നത്. ഒരു വീടിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല വഴി എപ്പോഴും ലേബർ കോൺട്രാക്റ്റ് കൊടുത്ത് മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യുകയാണ്. ഇപ്പോൾ നോർമലി ഒരു ഫൗണ്ടേഷൻ വർക്ക്, ഇപ്പോൾ ഒരു പ്ലാന് 3D ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്ത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇട്ടതിന് ശേഷം ആദ്യം തറ പണിയുള്ള ഒരു നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഒരു 2 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോർമലി അത്യാവശ്യം 2 ഫീറ്റ് ഡെപ്തോട് കൂടി, അത്യാവശ്യം ചതുപ്പല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് നോർമൽ RR മെഷീനറിയിൽ ഒരു 2 ലക്ഷത്തിനൊക്കെ ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ് ഈ ഒരു തറപ്പണി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തറ പണിയുള്ള ക്യാഷ് ആയി കഴിഞ്ഞാൽ ആദ്യം തറ പണിയുക, അത് കഴിഞ്ഞ് ബ്ലോക്ക് വർക്കിനുള്ള പൈസ ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് വർക്ക് ചെയ്യുക,
പിന്നെ നമ്മൾ കോൺക്രീറ്റിംഗ് വർക്ക്, ഇപ്പോൾ ലിൻഡൽ മെയിൻ സ്ലാബ് ഒരു ടീമിന് കൊടുക്കുക. സിംഗിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ചിലവാവുള്ളൂ. അങ്ങനെ ഒരു ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ചെയ്യും. ബ്ലോക്ക് വർക്ക് ചെയ്യും. അങ്ങനെ സ്ട്രക്ചറൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി പണി ഓരോരോ സ്റ്റേജായിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നോർമലി ഈ ഒരു സ്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് പേഴ്സണലി അറിയാവുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരു ഹാഫ് എമൗണ്ട് ഇവരെ കയ്യിലെത്തുമ്പോൾ തന്നെ സ്ട്രക്ചറൽ വർക്ക് ഫിനിഷ് ആവും. ഈ ഒരു സ്ട്രക്ചറൽ വർക്ക് തന്നെ ഡിലേ ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി ഫിനിഷ് ചെയ്യുക. ബാക്കിയുള്ള 50% ക്ലയൻറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കും. വേറെ ആളെ കൊണ്ട് ചെയ്യിച്ച് ഫിനിഷ് ചെയ്യുന്ന ടൈമിലാണ് ഇവർ ഈ ചെക്ക്, ഈ ഒരു ബ്ലാങ്ക് ചെക്കാണ് ഇവരെ ഒരു തുരുപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലാങ്ക് ചെക്ക് ഇവർ ബൗൺസ് ആക്കും. അപ്പോൾ പിന്നെ ഇവർക്ക് കേസിലോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇവർ പറയുന്ന കോമ്പൻസേഷൻ നൽകേണ്ടി വരും. 3 വർഷം 4 വർഷമായിട്ട് ഈ ഒരു സ്കീം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ക്ലയൻറ്റും ഈ ഒരു വർക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് ഈ ഒരു ടീമിൽ ഫുൾ ഫിനിഷ് ചെയ്തതായിട്ടൊരു ക്ലയൻറ്റും ഇല്ല. അത് 100% ഉറപ്പാണ്.